ഹൈക്കോടതി വടിയെടുത്തതോടെ നിരത്തുകളിലെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും നീക്കി തുടങ്ങിയിരിക്കുകയാണ്. കോടതി നിർദ്ദേശിച്ച അവസാനത്തെ സമയം ഇന്ന് തീരുമെന്നിരിക്കെ കൂടുതൽ സ്ക്വാഡുകളെ നിയോഗിച്ചാണ് നഗരസഭകൾ ബോർഡുകൾ നീക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുൾപ്പെടെ പൂർണ്ണമായും ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും നീക്കം ചെയ്യുകയാണ് നഗരസഭാ ജീവനക്കാർ. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണണം. റിനു സീത ചേരും നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ഒരു ജഡ്ജി വിചാരിച്ചാൽ കാര്യങ്ങൾ ഇത്ര വേഗം ഇത്ര പെട്ടെന്ന് നടക്കുമെങ്കിൽ എത്ര നേരത്തെ ഈ കാര്യങ്ങൾ നടക്കേണ്ടിയിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ചിലർ ഈ ജഡ്ജിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലയുമായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. റിനു സീത നമുക്കൊപ്പം ചേരുന്നു. റിനുവിൻ്റെ പിന്നിൽ ഒരു വലിയ ലോഡ് കണക്കിന് ഫ്ലെക്സിൻ്റെയും പോസ്റ്ററുകളുടെയും ഒക്കെ ദൃശ്യങ്ങൾ കാണാം. തലസ്ഥാന നഗരിയെ ക്ലീൻ ആക്കുകയാണോ ജഡ്ജിയുടെ ഉത്തരവിനെ തുടർന്ന്? അരുൺകുമാർ, നിരവധി തവണ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ട് ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നിലവിൽ ഒരു യോഗം കൂടി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ നഗരസഭാ അധ്യക്ഷന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ യോഗം ചേരുന്നതല്ലാതെ ഒരു തരത്തിലും ഒരു ഇടപെടലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനവുമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രംഗത്തെത്തുന്നു. ഒപ്പം ഹൈക്കോടതി സജീവമായി ഇടപെടുന്ന ഒരു സാഹചര്യം നിലവിൽ വരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് പുത്തരിക്കണ്ടം മൈതാനം, തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള പുത്തരിക്കണ്ടം മൈതാനത്താണ്. ഈ മൈതാനത്ത് കാണുന്ന ഈ കൂമ്പാരം, അതായത് ഈ ഫ്ലെക്സ് ബോർഡുകളുടെ കൂമ്പാരം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയുമായി ഇവിടെ നിന്ന് നീക്കം ചെയ്ത തിരുവനന്തപുരം നഗരപരിധിയിൽ നിന്ന്